ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് കാറൽ മാക്സിൻ്റെ ശവകുടീരത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ടാണ്. ഈ വീഡിയോ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് കാനം രാജേന്ദ്രൻ്റെ ബന്ധുവായ പ്രിയ അനിഷാണ്. കേരളത്തിൻ്റെ കിഴക്കേയറ്റമായ കൊച്ചറയിൽ ജനിച്ചു വളർന്ന ഗോപാലകൃഷ്ണനായ എനിക്ക് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സായ EMS നമ്പൂതിരിപ്പാടും EK നയനാരും KR ഗൗരിയമ്മയും അച്യുതാനന്ദനും പിണറായി വിജയൻ തുടങ്ങിയ നേതാക്കന്മാർ ഞങ്ങളുടെ തോട്ടം മേഖലകളിൽ കമ്മ്യൂണിസം പ്രസംഗിക്കുവാനായിട്ട് വരുമായിരുന്നു. ആ ബാല്യകാലം ഞാൻ ഓർക്കുകയാണ്. അവർക്കെല്ലാം പ്രചോദനമായി തീർന്നിരുന്ന കാറൽ മാക്സിൻ്റെ മൃദുശരീരം അടക്കിയ ഈ ലണ്ടനിലെ ഹൈഗേറ്റ് സെമിത്തേരിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആ മഹാനായ മനുഷ്യൻ്റെ ശവകുടീരത്തിൻ്റെ മേൽ ആരൊക്കെയോ ഡോളർ വെച്ചിട്ടുണ്ട്, പൗണ്ട് വെച്ചിട്ടുണ്ട്, ചിലരൊക്കെ സിഗരറ്റ് വെച്ചിട്ടുണ്ട്, ചൈനീസ് ഭാഷയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. പല കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ലോകമെമ്പാടുമുള്ള തൊഴിലാളി വർഗത്തിൻ്റെ ഭയാനകമായ പീഡാ അനുഭവങ്ങളിൽ നിന്ന് അവരെ വിമോചിപ്പിക്കുവാനായിട്ട് രാഷ്ട്രീയ മേഖലയിൽ ഉയർത്തെഴുന്നേറ്റ് വന്ന മഹാമനുഷ്യനായിരുന്നല്ലോ കാറൽ മാക്സ്. തൊഴിലാളി വർഗത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാനായ കാറൽ മാക്സ്. ഞാനിവിടെ നിൽക്കുമ്പോൾ യെരുശലേമിലെ മറ്റൊരു കല്ലറ ഓർക്കുകയാണ്. ആ കല്ലറയുടെ അടുക്കൽ ഞാൻ പോയിട്ടുണ്ട്. ആ കല്ലറ കണ്ടിട്ടുണ്ട്, അതിനകത്ത് കയറിയിട്ടുണ്ട്. അത് മറ്റാരുടെയുമല്ല, നസ്രയനായ യേശുവിൻ്റേതാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഏവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീനെന്ന് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് വിളിച്ചു പറഞ്ഞ യേശുവിൻ്റെ വചനങ്ങൾ, കടലിനോട് മല്ലിടുന്ന തൊഴിലാളി വർഗത്തെ തൻ്റെ ശിഷ്യന്മാരാക്കിയ യേശുവിൻ്റെ കല്ലറ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മരിക്കും. കാറൽ മാക്സിനെ ഇവിടെ അടക്കിയതുപോലെ നമ്മുടെ മൃതശരീരവും അടക്കപ്പെടും. പക്ഷേ മനുഷ്യജീവിതം അതുകൊണ്ട് അവസാനിക്കുമോ? കേരളത്തിൻ്റെ കിഴക്കേയറ്റമായ ഞങ്ങളുടെ കൊച്ചറയിൽ ഒരു വിക്രമൻ നായരുണ്ടായിരുന്നു. അദ്ദേഹം കമ്മ്യൂണിസത്തിൻ്റെ വലിയ വക്താവായിരുന്നു. ഞങ്ങളൊക്കെ അദ്ദേഹത്തെ ആദരപൂർവ്വം കണ്ട ഒരു കാലഘട്ടം, ബഹുമാനിച്ച ഒരു കാലഘട്ടം, ഭയപ്പെട്ട ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അങ്ങനൊരു കാലഘട്ടത്തിൽ ഞാൻ യേശുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ വിക്രമൻ നായർക്ക് അല്പമായ പ്രയാസമുണ്ടായിരുന്നു. ഞങ്ങളൊരു ബസ്സിൽ വെച്ച് കാണുകയാണ്. ബസ്സിൽ നിറച്ച ആളാണ്. വിക്രമൻ നായർ എന്നോട് ചോദിച്ചു, എന്താടാ ആകപ്പാടെ ഒരു മാറ്റം, നീ മതം മാറിയെന്നൊക്കെ കേട്ടല്ലോ. ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ മതമൊന്നും മാറിയില്ല, പക്ഷേ യേശുവിനെ എൻ്റെ രക്ഷകനും കർത്താവുമായിട്ട് ഞാൻ സ്വീകരിച്ചു. കാരണം മരണം കൊണ്ട് മനുഷ്യജീവിതം അവസാനിക്കുകയില്ലല്ലോ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എടാ, ഇത് ഉപദേശിമാരുടെയും അച്ഛന്മാരുടെയൊക്കെ ഉപജീവന മാർഗമല്ലേ, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നുള്ള ചിന്ത. ഞാൻ പറഞ്ഞു, സാറേ, മരണത്തിനപ്പുറം ഒരു ജീവിതമില്ലെങ്കിൽ എനിക്കും സാറിനും പ്രത്യേക നഷ്ടമൊന്നുമില്ല. അത് വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്കും നഷ്ടമില്ല. പക്ഷേ അങ്ങനൊരു ജീവിതമുണ്ടെങ്കിൽ സാറിൻ്റെ അനുഭവം എന്തായിരിക്കും എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. To go to heaven, Jesus is the way.
That's a message. But did you like the I like parts? it. Okay. Yeah. Okay. അങ്ങനെ ഞാൻ വിക്രമൻ സാറിനോട് ചോദിച്ചു, സാറേ, മരണാനന്തരം ഒരു ജീവിതമില്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് നഷ്ടം വരാനൊന്നുമില്ല, പക്ഷെങ്കിൽ ഉണ്ടെങ്കിലോ? ഇല്ല എന്ന് പറയുവാൻ ആർക്ക് കഴിയും? വിക്രമൻ സാറ് ശാന്തമായി. ബസ്സിൽ ഇരുന്നവരൊക്കെ ഞങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് ഒരു ശരീരമുണ്ട്, ജീവനുണ്ട്, ആത്മാവുണ്ട്. യേശു ആത്മാവിനെക്കുറിച്ച് പറയുന്നത് സർവ്വലോകത്തെക്കാളും വിലയേറിയതെന്നാണ്. നമ്മുടെ ശരീരത്തെ അടക്കുവാനായിട്ട് കഴിയും. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, ആത്മാവ് കൊല്ലപ്പെടുകയില്ല, അതിന് മരിക്കുവാൻ കഴിയുകയില്ല, അഗ്നി കൊണ്ടും വാളുകൊണ്ടും അതിനെ കൊല്ലുവാനോ ദഹിപ്പിക്കുവാനോ കഴിയുകയില്ല എന്നാണ് ഭഗവത്ഗീതയിൽ നിന്ന് നാം വായിക്കുന്നത്. യേശു പറയുകയാണ്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനം? പ്രിയ സ്നേഹിത, ഇന്ന് താങ്കൾ മരിച്ചാൽ താങ്കളുടെ നിത്യത എവിടെയായിരിക്കും? നിശ്ചയമായിട്ടും മഹാനായ കാറൽ മാർക്സ് ഇവിടെ അടക്കപ്പെട്ടതാണ്, അദ്ദേഹത്തിൻ്റെ ശരീരം ഇവിടെ അടക്കപ്പെട്ടതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ എവിടെയായിരിക്കും? എനിക്ക് ആധികാരികമായി പറയുവാനുള്ള കഴിവില്ല. എന്നാൽ ഒരിക്കലും കള്ളം പറയാത്ത, ഒരിക്കലും ചതിക്കാത്ത, ഒരിക്കലും വഞ്ചിക്കാത്ത, സത്യം മാത്രം പറഞ്ഞിട്ടുള്ള നസ്രേയനായ യേശു മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യേശു കർത്താവ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവിടെ ദരിദ്രനായ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നു. ആ ദരിദ്രൻ്റെ പേര് ലാസർ എന്നാണ്. ധനവാൻ്റെ പേരെന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ, യേശു പറയുന്നില്ല. പക്ഷേ ആ ദരിദ്രൻ്റെ പേര് യേശു പ്രത്യേകമായിട്ട് അവിടെ പറയുന്നുണ്ട്. അതിന് ആഴമേറിയ അർത്ഥവുമുണ്ട്. ആ ലാസർ വ്രണം നിറഞ്ഞവനായി ഈ ധനവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്നത് എച്ചിലുകൾ പെറുക്കി ഉപജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇവർ രണ്ടുപേരും മരിക്കുകയാണ്. ധനവാന് ഒരടക്കം ലഭിച്ചു, ഒരു കല്ലറയിൽ അടക്കം ലഭിച്ചു. യേശു അത് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൃതശരീരം കല്ലറയിൽ അടക്കപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഒരു യാതനാ സ്ഥലത്തേക്കാണ് പോയത്. ലാസറിൻ്റെ ശവമടക്കിനെക്കുറിച്ച് യേശു ഒന്നും പറയുന്നില്ല. ഒരു കല്ലറയിൽ അടക്കത്തക്ക നിലയിൽ അയാൾ മഹാനൊന്നുമായിരുന്നില്ല. പക്ഷേ ദൂതന്മാർ ലാസറിൻ്റെ ആത്മാവിനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പർദീസയിലേക്ക് കൊണ്ടുപോകുകയാണ്. ഇവർ തമ്മിൽ കാണുന്നതും സംസാരിക്കുന്നതും യേശു പറയുകയാണ്. ധനവാൻ യാതനാസ്ഥലത്ത് കിടന്നുകൊണ്ട്, അബ്രഹാം പിതാവേ, ഞാൻ ഈ തീജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു, ഒരു തുള്ളി വെള്ളം എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് ലാസറിനെ അയക്കണമേ എന്ന് അദ്ദേഹം അപേക്ഷിക്കുകയാണ്. അപ്പോൾ അബ്രഹാം പിതാവ് പറയുകയാണ്, മകനെ, നിങ്ങൾക്കിങ്ങോട്ടും വരുവാൻ കഴിയുകയില്ല, കാരണം നമുക്ക് തമ്മിൽ ഒരു വലിയ പിളർപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, അങ്ങനെയെങ്കിൽ അബ്രഹാം പിതാവേ, എൻ്റെ ഭവനത്തിൽ 5 സഹോദരങ്ങളുണ്ട്, അവരും എന്നെപ്പോലെ ഇവിടെ വരാതിരിക്കേണ്ടതിന് ഈ ലാസറിനെ അവിടെ നിന്ന് അയച്ച്, മരണം മനുഷ്യജീവിതത്തിൻ്റെ അന്ത്യമല്ലെന്നും ആത്മാവ് മരിക്കുന്നില്ലെന്നും അതിനപ്പുറം ഒരു ലോകമുണ്ടെന്നും ഒന്ന് പറയേണ്ടതിന് അയക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പിതാവ് പറഞ്ഞു, മകനെ, അവിടെ മോശയും പ്രവാചകന്മാരുമുണ്ട്, ഈ കാര്യമൊക്കെ പറയുവാൻ ഈ സത്യം യേശുവാണ് നമ്മളോട് പറയുന്നത്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള വചനങ്ങളിൽ എഴുതിയിട്ടുണ്ട്. യേശു ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല, അതിൻ്റെ ആവശ്യം യേശുവിനില്ല. യേശു ആരെയും ചതിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യം യേശുവിനില്ല. യേശുവിന് ആരെയും ഭയമില്ല, നമ്മളിൽ നിന്ന് ഒന്നും യേശുവിന് വേണ്ട. യേശു ഒരു സത്യം പറയുകയാണ്. സ്നേഹിത, മനുഷ്യ ശരീരത്തിൽ നിന്ന് മനുഷ്യാത്മാവ് വിട്ടാൽ ബൈബിൾ പറയുന്നത് പോലെ, ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ,
ആത്മാവിന് പിന്നെ മരണമില്ല. യേശു പറഞ്ഞതുപോലെ ആത്മാവിന് കാണാൻ കഴിയും, ആത്മാവിന് കേൾക്കാൻ കഴിയും, ആത്മാവിന് ചിന്തിക്കാൻ കഴിയും, ആത്മാവിന് ഓർക്കാൻ കഴിയും, ആത്മാവിന് വിശപ്പും ദാഹവുമുണ്ട്. ഓർക്കുക, നിങ്ങൾ ജോലി ചെയ്യുന്നതും വീട് വെക്കുന്നതും വാൻ കഴിക്കുന്നതും ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്നതുമെല്ലാം ആത്മാവുള്ളത് കൊണ്ടാണ്. ആത്മാവ് നിങ്ങളിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ, എന്നിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് മൃദുശരീരമെന്നാണ് പറയുന്നത്. അതിന് ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, അതിനെ ആരും അടക്കുകയും വേണ്ട. പ്രകൃതി തന്നെ വേണമെങ്കിൽ അടക്കിക്കൊള്ളും. അതിന് വിദ്യാഭ്യാസം വേണ്ട, ഒന്നും വേണ്ട. ആത്മാവുള്ളത് കൊണ്ടാണ് ഇതെല്ലാം ആവശ്യമായിരിക്കുന്നത്. ഈ ആത്മാവ് താങ്കളിൽ നിന്ന് വിട്ടാൽ എവിടെ പോകും? ഈ വിശുദ്ധ ബൈബിൾ പറയുന്നത്, ഒരു പാപി മരിച്ചാൽ അവൻ്റെ ആത്മാവ് യാതനാ സ്ഥലത്തേക്കും പിന്നീട് വെള്ളസിംഹാസനത്തിലുള്ള ന്യായവിധിക്ക് ശേഷം നരകത്തിലേക്ക് പോകുമെന്നുമാണ് ഈ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ ദൈവത്തിൻ്റെ വചനങ്ങളാണ്. പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? എന്താണ് പാപം? ദൈവം കൽപ്പിച്ചത് അരുതേ എന്ന് പറഞ്ഞത് ചെയ്യുന്നതും, ചെയ്യണമെന്ന് കൽപ്പിച്ചത് ചെയ്യാതിരിക്കുന്നതുമാണ് പാപം. അങ്ങനെ ദൈവം കൽപ്പിച്ചതെല്ലാം ഞാനും നിങ്ങളും അനുസരിച്ചിട്ടുണ്ടോ? അരുതേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ടുണ്ടോ? അതുകൊണ്ട് മനുഷ്യനാണോ താങ്കൾ? എങ്കിൽ പാപിയാണ്. ഒരു പാപി മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോകണം. അവനെ രക്ഷിക്കേണ്ടതിന് വേണ്ടി ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ, ഈ ഭൂമിയും ആകാശവും സകല ഗോളങ്ങളെയും ജീവജാലങ്ങളെയും എല്ലാം സൃഷ്ടിച്ച സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ യഹോവയായ ദൈവം മനുഷ്യനായി യേശു എന്ന പേരിൽ ഈ ഭൂമിയിൽ ജനിക്കുകയാണ്. 33.5 വർഷം ഇവിടെ ജീവിക്കുകയാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ഊമരെ സംസാരിപ്പിക്കുന്നു, ചെകിടരെ കേൾപ്പിക്കുന്നു, മുടന്തരെ നടക്കുമാറാക്കുന്നു, മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ മരിക്കുന്നു, യേശുവിനെ കല്ലറയിൽ അടക്കുന്നു. ഞാൻ യേശുവിൻ്റെ ആ കല്ലറയുടെ മുൻപിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. യേശു പ്രവചിച്ചതുപോലെ, പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി താൻ ക്രൂശിക്കപ്പെടുന്നു. യേശു പ്രവചിച്ചതുപോലെ, പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നു, സ്വർഗത്തിലേക്ക് പോകുന്നു. ആ യേശുവിനെ താങ്കളുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാൽ പാപമോചനം ലഭിക്കും, ശാപമോചനം ലഭിക്കും, സമാധാനം ലഭിക്കും. ആ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ, സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് പാപത്തോടും ദുരുപദേശത്തോടും വേർപെട്ട് വിശുദ്ധിയോട് ജീവിച്ചാൽ, മരണത്തിൻ്റെ തണുത്ത കരം നിങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ മാലാഖമാർ നിങ്ങളെ ഇമ്പങ്ങളുടെ പർദീസയിലേക്ക്, വേദനയില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, വിശപ്പില്ലാത്ത, ദാഹമില്ലാത്ത ആ മേഖലയിലേക്ക് നിങ്ങൾക്ക് പോകുവാനായി കഴിയും. പ്രിയ സഹോദര, ഇന്ന് താങ്കൾ മരിച്ചാൽ താങ്കളുടെ നിത്യത എവിടെയായിരിക്കും? ഒരു പാവപ്പെട്ട ഹൈന്ദവ ഭവനത്തിൽ ജനിച്ചു വളർന്ന ഗോപാലകൃഷ്ണനായ എനിക്ക് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. എനിക്ക് വലിയ സമാധാനമുണ്ട്. ഇന്ന് ഞാൻ മരിച്ചാൽ എവിടെ പോകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് താങ്കൾ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ? വരൂ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കൂ. ദൈവം നിങ്ങളെവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇത് ഇംഗ്ലണ്ടിലെ കാറൽ മാക്സിൻ്റെ സ്മൃതി മണ്ഡപമാണ്. വളരെ മനോഹരമായിട്ട് സെമിട്രി ഭാരവാഹികൾ ഈ മണ്ഡപം സൂക്ഷിക്കുന്നു. ഇത് ലണ്ടനിലെ ഹൈഗേറ്റ് സെമിട്രിയാണ്. ഇവിടെ സന്ദർശിക്കുന്നതിന് പണം കൊടുത്ത് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ കാറൽ മാക്സിൻ്റെ മൃദുശരീരം അടക്കിയ കല്ലറ അല്പം താഴെയായിട്ടാണ്. അതല്പം അവഗണിക്കപ്പെട്ട നിലയിലാണ് ഞാൻ കാണുമ്പോൾ കിടക്കുന്നത്. ഇവിടെ എന്നെ കൊണ്ടുവന്നത് കങ്ങഴ പഴുക്കാകുളത്തെ ബാലചന്ദ്രൻ നായരുടെ മകൻ അനീഷാണ്. അനീഷും സഹോദരി അനുവും അമ്മ നിർമ്മലയും വലിയ എതിർപ്പുകളുടെയും പരിഹാസങ്ങളെയും ഏറ്റുവാങ്ങിക്കൊണ്ട് 3 ബസ്സുകൾ മാറി ഇറങ്ങി കയറി മുണ്ടിപ്പള്ളി ശാരോൺ ദൈവസഭയിൽ
ആരാധനയ്ക്ക് വരുമായിരുന്നു. ആ അനീഷ് തൻ്റെ സ്വന്തം കാറിൽ എന്നെയും കയറ്റി ലണ്ടൻ മഹാനഗരത്തിലൂടെ വണ്ടി ഓടിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആ വചനം പൊന്തി വന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല.